നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ റോഡ് സുരക്ഷാ നടപടികൾ കാര്യക്ഷമമാക്കുമെന്ന ഗതാഗത കമ്മീഷണർ CH നാഗരാജു IPS. വാഹനങ്ങളുടെ ഏകീകൃത രജിസ്ട്രേഷൻ നടപ്പാക്കുമെന്നും CH നാഗരാജു. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി കാർത്തിക സ്തംഭം ഉയർന്നു. പൊങ്കാല ദിവസമായ ഡിസംബർ 13 പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കാർത്തിക സ്തംഭം അഗ്നിക്കിരയാകും. ആലപ്പുഴ കളർകോട് വാഹനാപകടം ചികിത്സയിലിരിക്കെ മരിച്ച മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിക്ക് നാടിൻ്റെ യാത്രാമൊഴി. എടത്വ സ്വദേശി ആൽബിൻ ജോർജിന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആൽബിൻ ഉൾപ്പെടെ 6 പേരാണ് അപകടത്തിൽ മരിച്ചത്. മുല്ലയ്ക്കൽ കിടങ്ങാമ്പറമ്പ് ചിറപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട നഗരസഭയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ആകാശവാണി തിരുവനന്തപുരം നിലയം 75ാം വാർഷികത്തിൻ്റെ നിറവിൽ. ഇതോടനുബന്ധിച്ച് ആലപ്പുഴയിൽ പ്രതിമാസ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ റോഡ് സുരക്ഷാ നടപടികൾ കർശനവും കാര്യക്ഷമവുമാക്കുമെന്ന ഗതാഗത കമ്മീഷണർ CH നാഗരാജു IPS. ഏകീകൃത രജിസ്ട്രേഷൻ നടപടികൾ നടപ്പാക്കുമെന്നും CH നാഗരാജു IPS ആലപ്പുഴയിൽ പറഞ്ഞു. റോഡ് സേഫ്റ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓഫീസേഴ്സിനെ നമുക്ക് റോഡ് സേഫ്റ്റി എങ്ങനെ കൂട്ടാൻ പറ്റും, എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ കൂട്ടാൻ പറ്റും, അതർവൈസ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എന്തായാലും വണ്ടിയുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ആയാലും റോഡ് സേഫ്റ്റിനെ ഇംപിഞ്ച് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാൻ പറ്റും എന്നുള്ള ഒരു അവലോകനമായിരുന്നു. നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ യൂണിഫൈഡ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സ്റ്റേറ്റ് മൊത്തം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് കൊണ്ടുവരണമെങ്കിൽ. കാരണം ഓരോ ജില്ലയ്ക്ക് ഓരോ സ്പെസിഫിക് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് മൊത്തം നമ്മൾ യൂണിഫൈഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി. എങ്ങനെ നമുക്ക് യൂണിഫൈഡ് നമ്പർ, കാരണം കുറച്ച് ആൾക്കാർക്ക് ഫാൻസി നമ്പേഴ്സ് വേണം, എല്ലാവർക്കും 01 തന്നെ വേണം, എല്ലാവർക്കും 07 തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കണം എന്ന സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്ത് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. അത് NIC ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സോ NIC ആയിട്ട് നമ്മൾ വി ആർ ഇൻ ടച്ച്. സോ ദേ വിൽ ഡു ഇറ്റ് ഫാസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഓണറബിൾ ഹൈക്കോർട്ട്സ് ഡയറക്ഷൻ. സോ ദേ വിൽ പുട്ട് ഓൾ ദെയർ റിസോഴ്സസ് ആൻഡ് മൈൻഡ്സ് ആൻഡ് വിൽ ഹാവ് ടു ഡു ഇറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല. നമ്മളൊരു അൺതിങ്കിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് പ്രശ്നങ്ങൾ വരാൻ പാടില്ല. സോ അതുകൊണ്ട് നമ്മളൊരു ടെസ്റ്റിംഗ് ചെയ്യും. ആദ്യം ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ട് വേണം പിന്നെ ഒരു ആക്ച്വൽ വെർഷൻ ഇറക്കേണ്ടത്. അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഐ കനോട്ട് ഗിവ് എ ടൈം ലൈൻ, ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി കംപ്ലൈ വിത്ത് ദ ഓണറബിൾ കോർട്ട്സ് ഓർഡർ. ഇറ്റ്സ് എ വെരി പ്രോഗ്രസീവ് കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. റോഡ് സുരക്ഷാ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുമെന്ന CH നാഗരാജു. റോഡ് സുരക്ഷാ നടപടികൾ കാര്യക്ഷമമാക്കും. വാഹനങ്ങളുടെ ഏകീകൃത രജിസ്ട്രേഷൻ പരിഗണിക്കും. സാങ്കേതിക കമ്മിറ്റി രൂപീകരിച്ചു. സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്തു. കൃത്യമായ സമയമെടുത്താവും നടപടിക്രമങ്ങൾ ചെയ്യുക. ആദ്യം ടെസ്റ്റ് നടത്തും, അതിനുശേഷമാവും കൃത്യമാക്കുക. പോലീസ് MED സംയുക്ത പരിശോധന തുടരും. കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ പണത്തിനോ അല്ലാതെയോ ഓടിക്കുന്നതിന് കൈമാറുവാൻ പാടുള്ളതല്ല. അഥവാ അങ്ങനെ കൊടുത്താൽ വാടകയ്ക്ക് നൽകിയതായി കണക്കാക്കാമെന്നും CH നാഗരാജു പറഞ്ഞു. ആലപ്പുഴയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥതല അവലോകന യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു CH നാഗരാജു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചരിത്രപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക സ്തംഭം ഉയർന്നു. പൊങ്കാല ദിവസമായ ഡിസംബർ 13 പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് IAS കാർത്തിക സ്തംഭം അഗ്നിക്കിരയാകും. പ്രസിദ്ധമായ ചക്കുളത്തുകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്ര സന്നിധിയിൽ കാർത്തിക സ്തംഭം ഉയർന്നു. കവുങ്ങിൻ തടിയിൽ വാഴക്കച്ചി, തെങ്ങോല, പടക്കം, ദേവിക്ക് 1 വർഷം ലഭിച്ച ഉടയാട എന്നിവ പൊതിഞ്ഞു കെട്ടിയാണ് കാർത്തിക സ്തംഭം ഉണ്ടാക്കിയത്. നാട്ടിലെ സകല പാപങ്ങളും സ്തംഭത്തിലേക്ക് ആവാഹിച്ചാണ് കാർത്തിക സ്തംഭം കത്തിക്കൽ ചടങ്ങ് നടക്കുന്നത്. ഇതോടെ എല്ലാ പാപങ്ങളിൽ നിന്നും ചക്കുളത്തമ്മ നാടിനെ കാത്തുരക്ഷിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. കാർത്തിക സ്തംഭത്തിനായുള്ള കവുങ്ങിൻ തടി നെടുമ്പ്രം പടാരത്ത് വീട്ടിലെ രാധാമണിയാണ് നൽകിയത്. കൊട്ടും കുരവയും വാദ്യമേളത്തിൻ്റെയും അകമ്പടിയോടെയാണ് കവുങ്ങിൻ തടി ക്ഷേത്രത്തിൽ എത്തിച്ചത്. പൊങ്കാല ദിനമായ ഡിസംബർ 13 വൈകിട്ട് 6:30 പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് IAS സ്തംഭം അഗ്നിക്ക് ഇരയാക്കും. കാർത്തിക സ്തംഭം ഉയർത്തൽ ചടങ്ങിന് മുഖ്യ കാര്യദർശി സദ്ഗുരു ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി,
രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം നെടുമ്പ്രം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി ഭദ്രദീപം തെളിച്ചതോടെ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷനായി. മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ്, സെക്രട്ടറി സ്വാമിനാഥൻ, ബിനു KS, 200ഓളം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, നീരേറ്റുപുറം. ആലപ്പുഴ കളർകോട് വാഹനാപകടം. പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിക്ക് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. എടത്വ സ്വദേശി ആൽബിൻ ജോർജിന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കളർകോട് അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി എടത്വ പള്ളിച്ചിറ ആൽബിൻ ജോർജിന്റെ സംസ്കാരം നടന്നു. മൃതദേഹം തിങ്കളാഴ്ച 9-ന് മാണാത്തറ കരകപ്പറമ്പ് വീട്ടിൽ ശുശ്രൂഷയ്ക്ക് ശേഷം ആൽബിൻ പഠിച്ച എടത്വ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് എത്തിച്ചു. തുടർന്ന് എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ സംസ്കാരവും നടന്നു. 2-ന് ഉണ്ടായ അപകടത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ആയിരുന്ന ആൽബിനെ 4-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിറ്റേന്ന് വൈകിട്ട് മരണം സംഭവിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിനും മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിനും ശേഷം എടത്വയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം കഴിഞ്ഞ ദിവസം 2 മണിയോടെയാണ് വിലാപയാത്രയായി മാണത്താറ കരകപ്പറമ്പ് വീട്ടിലെത്തിച്ചത്. വിലാപയാത്രയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അന്തിമോപചാരം അർപ്പിക്കാൻ ഒട്ടേറെ പേർ വഴിയരികിൽ കാത്തുനിന്നതിനാൽ ചിലയിടങ്ങളിൽ ആംബുലൻസ് നിർത്തി പൊതുദർശനത്തിന് സൗകര്യവും ഒരുക്കിയിരുന്നു. മൃതദേഹം വീട്ടിൽ എത്തിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ അമ്മ മീനയുടെ സങ്കടം എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിയിച്ചു. 100 കണക്കിന് ആളുകൾ വീട്ടിലും ആൽബിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മൃതദേഹം എത്തിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ പ്രദേശം ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന ആൽബിൻ്റെ വിയോഗം നാട്ടുകാർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ മുല്ലക്കൽ കിടങ്ങാമ്പറമ്പ് ചെറുപ്പ് മഹോത്സവം. നവമാധ്യമങ്ങളിൽ ആലപ്പുഴ നഗരസഭയ്ക്കെതിരെ വ്യാജ പ്രചരണമെന്ന് ആരോപണം. ആലപ്പുഴ നഗരസഭ അധ്യക്ഷ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. മുല്ലയ്ക്കൽ കിടങ്ങാമ്പറമ്പ് ചെറുപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട നഗരസഭയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി ആവശ്യപ്പെട്ടാണ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. മുല്ലയ്ക്കൽ കിടങ്ങാമ്പറമ്പ് ചെറുപ്പിന് AVJ ജംഗ്ഷനിലും കിടങ്ങാമ്പറമ്പ് ജംഗ്ഷനിലും അലങ്കാര ഗോപുരം നിർമ്മിക്കുന്നത് നഗരത്തിലെ പ്രധാന സ്ഥാപനമാണ്. നഗരസഭയുടെ അനുമതി വാങ്ങി നടത്തി വന്നിരുന്ന ഒരു പ്രവർത്തനമല്ല അലങ്കാര ഗോപുര നിർമ്മാണം. ഇത്തവണ ഈ സ്ഥാപനം അലങ്കാര ഗോപുരം നിർമ്മിക്കാത്തത് നഗരസഭയുമായി ഇവർക്ക് സാമ്പത്തിക തർക്കം ഉള്ളതിനാലാണ് എന്ന നിലയിൽ വ്യാപകമായ വ്യാജ പ്രചരണമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ചിലർ നടത്തിവരുന്നത്. ഇത് വാസ്തവ വിരുദ്ധവും ഇത്തരത്തിലൊരു തർക്കവും നഗരസഭയ്ക്ക് ആരുമായും ഇല്ല എന്നും നഗരത്തിലെ എല്ലാ സ്ഥാപനങ്ങളുമായി നഗരസഭയ്ക്ക് നല്ല ബന്ധം മാത്രമാണുള്ളതെന്നും നഗരസഭാ അധ്യക്ഷ KK ജയമ്മ കൂട്ടിച്ചേർത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വാർഷികത്തിൻ്റെ നിറവിൽ. ഇതോടനുബന്ധിച്ച് ആലപ്പുഴയിൽ പ്രതിമാസ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരിപാടി ആലപ്പുഴയിൽ സംഘടിപ്പിച്ചു. പ്രഭാഷണ പരമ്പരയിലെ 7ാമത് പരിപാടിയാണ് തലവടി SDVS ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ തലവടി മാണാത്തറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി നടന്ന കഥയരങ്ങിൽ കഥാകൃത്തുക്കൾ ആയ മധുപാൽ, ഫ്രാൻസിസ് നൊറോണ, ഗിരിജ സേതുനാഥ്, സലിൻ മാങ്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കുട്ടനാട് MLA തോമസ് K. തോമസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, എന്റെയൊക്കെ കൊച്ചിലെ 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നമ്മളെല്ലാം റേഡിയോയുടെ മുന്നില്ല. ചലച്ചിത്രകാലം ഇല്ലേ, 6 മണി നമ്മൾ കറക്റ്റായിട്ടിരിക്കുക. അത് എത്ര പഠിത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ മുന്നിലുണ്ട് 6 മണി. പല കഥാപ്രസംഗങ്ങളും നാടകങ്ങൾ ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഇല്ലേ, മറ്റ് ഒരുപാട് നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആകാശവാണിയിൽ കൂടി വരുന്ന നാടകങ്ങൾ ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ചിന്തകൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എൻ്റെ മനസ്സിലേക്ക് കൂടി വന്നു. ഒരു കാലത്ത് നമുക്ക് ഉത്തേജനവും പ്രചോദനവും തന്നിരുന്നത് ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു കാലത്ത് നമ്മുടെ എല്ലാം ആശ്രയം അതായിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അല്ലേ, ഒരുപാട് മാധ്യമങ്ങളും അതുപോലെ TV ചാനലുകളും സംവിധാനങ്ങളും ഹൈടെക് ഇൻഫർമേഷൻ ടെക്നോളജികളൊക്കെ വന്നപ്പോൾ ഇതെല്ലാം പുറകോട്ട് പോയി. പക്ഷെ എന്നാലും ഇവരൊരു കാര്യം പറഞ്ഞപ്പോൾ എന്നെയധികം വളരെയധികം ചിന്തിപ്പിച്ച വിഷയം. ചടങ്ങിൽ തിരുവനന്തപുരം ആകാശവാണി പ്രോഗ്രാം മേധാവി ശിവകുമാർ ആമുഖ പ്രസംഗം നടത്തി. കുട്ടനാടിന്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ ചരിത്രകാരൻ MG ശശിഭൂഷൺ പ്രഭാഷണം നടത്തി.
തിരുവനന്തപുരം ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല, SDVS ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് MK സജി, ഗായത്രി ബി നായർ, അജിത് കുമാർ പിഷാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷം സമാപിച്ചു. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും പട്ടണ പ്രദക്ഷിണത്തിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് അണിനിരത്തത്. 41 പ്രസിദ്ധന്തിമാരായിരുന്നു ഇത്തവണത്തെ തിരുനാൾ ആഘോഷം നടത്തിയത്. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ സമാപിച്ചു. 6-ാം തീയതി വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം ഈ വർഷത്തെ 41 പ്രസിഡന്റിമാരെ കൊടിമരച്ചുവട്ടിലേക്ക് ആനയിച്ചു. തുടർന്ന് വികാരി റവറൻ ഡോക്ടർ ആൻഡോ ചേരാംതുരുത്തി കൊടിയേറ്റി. ഫാദർ ജോസ് പാലത്തിങ്കൽ, ഫാദർ ബോണി കട്ടക്കാത്തോട്ട് എന്നിവർ കൊടിയേറ്റിന് സഹകാർമ്മികരായിരുന്നു. 7-ാം തീയതി രാവിലെ 6-നും 7-നും ദിവ്യബലി, വൈകിട്ട് 4:45-ന് രൂപം വെഞ്ചരിപ്പ് എന്നിവയും നടന്നു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജെറിൽ ചിറക്കൽ മണവാളൻ കാർമ്മികത്വം വഹിച്ചു. പള്ളിപ്പുറം ഫൊറോന വികാരി ഡോക്ടർ റവറൻ പീറ്റർ കണ്ണമ്പുഴ സന്ദേശം നൽകി. ഇതോടൊപ്പം അടുത്ത വർഷത്തേക്കുള്ള പ്രസിദ്ധീയ വാഴിക്കൽ, പ്രദക്ഷിണം എന്നിവയും നടന്നു. പ്രധാന തിരുനാൾ ദിനമായ 8-ാം തീയതി രാവിലെ 6-നും 7:30-നും വിശുദ്ധ കുർബാനയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോയി പ്ലാക്കൽ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. ഫാദർ ആൻഡോ പുതുവ MCBS തിരുനാൾ സന്ദേശം നൽകി. വൈകുന്നേരം 4-ന് ആഘോഷമായ ദിവ്യബലി നടന്നു. ഫാദർ ബോണി കട്ടക്കത്തൊട്ട് കാർമ്മികനായി. തുടർന്ന് ആഘോഷമായ നഗരപ്രദക്ഷിണം ആരംഭിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷിണം തെക്ക് വടക്ക് കുരിശിലുകൾ ചുറ്റി ദേവാലയത്തിൽ സമാപിച്ചു. ജനറൽ കൺവീനർ PJ ഫ്രാൻസിസ് പൊള്ളൈച്ചിറ, ജോയിന്റ് കൺവീനർമാരായ TK തോമസ് തിയാട്ടുപറമ്പിൽ, ആലീസ് മുണ്ടകത്തിൽ, ഫിനാൻസ് കൺവീനർ കുഞ്ഞച്ചൻ ചെത്തിക്കാട്ട, പബ്ലിസിറ്റി കൺവീനർ ബേബി ജോൺ പാലക്കൽ, ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനർ മോൺസൺ തീനാലിൽ, ലിറ്റർജി കൺവീനർ VK ജോർജ് മുള്ളഞ്ചിറ, പൊസഷൻ കൺവീനർ ജോയി മണലേൽ, റിസപ്ഷൻ കൺവീനർ ജോർജ് ഇടവഴിക്കൽ, ഡെക്കറേഷൻ കൺവീനർ മത്തായി മാടവന, ഫുഡ് കൺവീനർ ബേബി കോട്ടുപള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് നസ്രത്ത് കാർമൽ ദൈവാലയത്തിലെ അമലോത്ഭവ തിരുനാൾ ആഘോഷത്തിനും സമാപനമായി. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പ്രദക്ഷിണം ഭക്തി സാന്ദ്രമായി. വാദ്യമേളങ്ങളുടെയും പ്രാർത്ഥനാ ഗീതങ്ങളുടെയും നിറവിൽ നടന്ന പ്രദക്ഷിണത്തിൽ മുത്തുക്കുട്ടകളേന്തിയ വിശ്വാസികൾ ചിട്ടയോടെ അണിനിരന്നു. വീടുകൾക്ക് മുന്നിൽ മാതാവിൻ്റെയും വിശുദ്ധരുടെയും അലങ്കരിച്ച രൂപങ്ങൾ ഒരുക്കിയും വീഥികൾ വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിച്ചുമാണ് വിശ്വാസികൾ പ്രദക്ഷിണത്തെ വരവേറ്റത്. അലങ്കരിച്ച രൂപക്കൂടുകളേന്തിയ വിശ്വാസികൾക്ക് പിന്നിലായി പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി വൈദികർ അണിനിരന്നു. നസ്രത്ത് കാർമൽ ആശ്രമ പ്രിയോൺ റവറൻ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ, ഫാദർ സാംജി വടക്കേടം, ഫാദർ ഷാജി ഏണക്കാട്ട്, ഫാദർ സജി ചിറമുഖത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, മുഹമ്മദ്. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ആദരവ്. ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവത്തിൽ ആദരവ് സമർപ്പിച്ചു. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആദരവർപ്പിച്ച സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ആലപ്പുഴ പുന്നപ്രയിൽ നടന്ന ജില്ലാതല ഭിന്നശേഷി ദിനാഘോഷ വേദിയിലാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ആദരവ് നൽകിയത്. സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്നും സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചും ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ സ്റ്റേഷന്റെ പരിധിയിൽ നടപ്പാക്കുന്നുണ്ട്. സ്നേഹസ്പർശം എന്ന പേരിൽ മായിത്രയിലെ സർക്കാർ വൃദ്ധ വികലാംഗ സദനത്തിലെ അന്തേവാസികൾക്ക് വേണ്ടി കിടക്കയും കട്ടിലുകളും ഫാനുകളും വാങ്ങി നൽകിയതും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതും ശ്രദ്ധ നേടിയിരുന്നു. കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്നുള്ള സന്നദ്ധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PG മധു, SI B സജീവ് കുമാർ എന്നിവർ പറഞ്ഞു. ജനമൈത്രി ഓഫീസർമാരായ ASI ശ്രീവിദ്യ, സിവിൽ പോലീസ് ഓഫീസർ അനീഷ് ബാബു എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർക്കായി കായികമേള സംഘടിപ്പിച്ചു. H. സലാം MLA കായികമേള ഉദ്ഘാടനം ചെയ്തു.
കേരള NGO യൂണിയൻ റെഡ് സ്റ്റാർ കലാവേദി നടത്തിയ സർക്കാർ ജീവനക്കാരുടെ ജില്ലാ കായികമേള എച്ച്.എൽ. MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരായി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു പ്രധാന പോയിന്റിലേക്ക് എത്തി സ്വന്തമായ വരുമാനം ആർജിച്ച് ജീവിതത്തിലേക്ക് കടന്നു നിൽക്കുന്ന ഒരു സന്ദർഭം വന്നാൽ മിക്കവാറും പൊതുവെ ആളുകൾ പിന്നെ വേറെ ഏത് തരത്തിലേക്കുള്ള കഴിവുകളുണ്ടെങ്കിലും അതെല്ലാം പലപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെടുമെന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം. അങ്ങനെയാണ് അത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നന്നായി കലാപരമായ കഴിവുണ്ട്, അല്ലെങ്കിൽ സർഗപരമായ മറ്റ് ശേഷികളുണ്ട്, അല്ലെങ്കിൽ കായികപരമായ കഴിവുണ്ടെങ്കിൽ അതെല്ലാം ഒരു സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ വിദ്യാഭ്യാസ കാലത്ത് അതിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ പോകും. മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് സമ്മാനം നേടും. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സാധാരണ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകില്ല. അവിടെ കൊണ്ട് അതങ്ങ് ബ്രേക്ക് ചെയ്യപ്പെടുന്ന നിലയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അങ്ങനെയാണ്. എന്നാൽ നിങ്ങളുടെ ഈ പ്രവർത്തനം അങ്ങനെയെല്ലാം ഒരു മികച്ച കഴിവുകളുള്ള ആളുകൾ സർക്കാർ ജീവനക്കാരായി മാറിപ്പോയി എന്നതുകൊണ്ട് പിന്നെ അവർക്ക് ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനോ പരിപോഷിപ്പിക്കാനോ ഉള്ളൊരു അല്ലെങ്കിൽ മാറ്റിവയ്ക്കാനോ പറ്റുന്ന വേദികൾ ഇല്ലാതാവുന്ന ഘട്ടത്തിൽ അത് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. യൂണിയനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൽ മായ അധ്യക്ഷയായി. പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനിയിൽ ഓട്ടം, ഹൈ ജംപ്, ലോങ് ജംപ്, ട്രിപ്പിൾ ജംപ്, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഡിസ്ക് ത്രോ, നടത്തം എന്നീ ഇനങ്ങളിൽ സീനിയർ, സൂപ്പർ സീനിയർ, മാസ്റ്റേഴ്സ് എന്നിങ്ങനെ 3ആയി തരംതിരിച്ചാണ് മത്സരങ്ങൾ നടന്നത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PC ശ്രീകുമാർ, B സന്തോഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PP അനിൽകുമാർ, അരുൺകുമാർ, ജോയിന്റ് സെക്രട്ടറി ബൈജു പ്രസാദ്, ട്രഷറർ N അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി C നിലീഷ് സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല നഗരസഭയുടെ കേരളോത്സവം ആരംഭിച്ചു. കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ TS അജയകുമാറും നിർവഹിച്ചു. ചേർത്തല നഗരസഭയുടെ കേരളോത്സവം ആരംഭിച്ചു. കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ നൈപുണ്യ കോളേജിൽ നിർവഹിച്ചു. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ കൂടി മുന്നോട്ട് പോയി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടക്കം മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. പക്ഷേ ഇതുപോലുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വേദി അവർ തന്നെ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കായികമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്കും അത് മനസ്സിനും ശരീരത്തിനുമെല്ലാം ഒരു ഉത്തേജനം കൂടിയാണ്. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ TS അജയകുമാർ ഗേൾസ് ഹൈസ്കൂളിൽ നിർവഹിച്ചു. പരിപാടിയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എലിക്കുട്ടി ജോൺ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സാബു, കൗൺസിലർമാരായ P ഉണ്ണികൃഷ്ണൻ, A അജി, ബാബു മുള്ളഞ്ചിറ, ഷീജ സന്തോഷ്, നൈപുണ്യ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ജിനറ്റ്, റവന്യൂ ഇൻസ്പെക്ടർ PS ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ ജീവനക്കാരായ TS അജി, ജിജി, ജയൻ, പത്മരാജ്, അനിൽകുമാർ, ആരിഷ് മോൻ, ജയശ്രീ, ജിബി, ടെൻഷി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 14-15 തീയതികളിൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുനെല്ലൂർ സ്കൂൾ, മുനിസിപ്പൽ ലൈബ്രറി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വിവിധ കലാകായിക മത്സരങ്ങൾ നടക്കും. ശനിയാഴ്ച രാവിലെ 10 മുതൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക് മത്സരങ്ങളും തിരുനെല്ലൂർ സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 10 മുതൽ ഫുട്ബോൾ മത്സരവും 15-ാം തീയതി ഞായറാഴ്ച ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 10 മുതൽ ക്രിക്കറ്റ് മത്സരവും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ കബഡി മത്സരവും നടക്കും. മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ കവിത, കഥ, രചന തുടങ്ങിയ മത്സരങ്ങൾ നടത്തും. ടൈം ന്യൂസ്, ചേർത്തല. അരൂർ ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ അഖില ഭാരത ഭാഗവത മഹാസത്രം ഡിസംബർ 22 മുതൽ ജനുവരി 2 വരെയാണ് ഭാഗവത സത്രം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നിവിടെ അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം ചമ്മനാടിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ചേർത്തല താലൂക്കിൽ ചമ്മനാട് എന്ന പ്രദേശത്ത് വെച്ച് ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം ഇത്തവണ നടക്കുന്നത്. 2024 ഡിസംബർ 22 മുതൽ 2025 ജനുവരി 2 വരെയാണ് സത്രം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരികളായിട്ട് ഹെർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ്, കവടിയാർ കൊട്ടാരം, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മുതലായവരാണ് മുഖ്യ രക്ഷാധികാരികളായിട്ട് ഉള്ളത്. ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ 22 മുതൽ ജനുവരി 2 വരെ അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി.
ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, ഭാഗവതോത്തംസം അഡ്വക്കേറ്റ് TR രാമനാഥൻ, ഭാഗവതഭൂഷണം സജീവ മംഗലത്ത് പ്രൊഫസർ PV വിശ്വനാഥൻ നമ്പൂതിരി, പൈതൃക രത്നം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് യജ്ഞാചാര്യന്മാർ. സത്രവേദിയിലേക്കുള്ള ഭാഗവത ഗ്രന്ഥം വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും, കൊടിക്കൂര തിരുവല്ല ആനന്ദേശ്വരം ക്ഷേത്രാങ്കണത്തിൽ നിന്നും, കൊടിമരം തുറവൂർ മഹാക്ഷേത്ര സന്നിധിയിൽ നിന്നും എത്തിച്ചേരും. 21-ന് ചമ്മനാട് ദേവസ്വം ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണുകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുന്ന രഥഘോഷയാത്രകൾ പിറ്റേന്ന് വൈകിട്ട് 4-ന് ആഘോഷപൂർവ്വം സത്രവേദിയിലേക്ക് ആനയിക്കപ്പെടും. കേരളത്തിലെ പേരുകേട്ട ഭാഗവത പണ്ഡിതന്മാരും ആചാര്യശ്രേഷ്ഠരുമാണ് ഭാഗവത മഹാസത്രത്തിന് എത്തുന്നത്. ശാന്തിഗിരി ആശ്രമം സെക്രട്ടറി ഗുരുരത്നം ജ്ഞാന തപസി ചെയർമാനായും അഡ്വക്കേറ്റ് R മുരളീകൃഷ്ണൻ വർക്കിംഗ് ചെയർമാനായും B ശ്യാംകുമാർ ജനറൽ കൺവീനറുമായുള്ള സത്ര നിർവഹണ കമ്മിറ്റിയുടെ കീഴിലാണ് സത്രം. ടൈനോസ് എരമല്ലൂർ. അഖില കേരള വിശ്വകർമ്മ സഭയുടെ മേഖലാ സമ്മേളനം നടന്നു. തുറവൂരിൽ നടന്ന മേഖലാ സമ്മേളനം താലൂക്ക് പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ സഭയുടെ മേഖലാ സമ്മേളനം നടന്നു. തുറവൂർത്തക്ക് SNDP ഹാളിൽ നടന്ന സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായി നേടിയെടുക്കാവുന്നതും, എന്നാൽ വിശ്വകർമ്മ സമുദായത്തിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒന്നും ആണ് എന്നുള്ളത് ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ സംഘടന അരൂര് മുതൽ മാരാരിക്കുളം വരെയുള്ള 40ഓളം ശാഖകളായി ഈ വിസ്തൃതമായ ഭൂപ്രദേശത്ത് പ്രവർത്തിച്ച് വരുമ്പോൾ താലൂക്ക് യൂണിയനിൽപ്പെട്ട ആളുകൾക്ക് കൃത്യമായി എല്ലാ ശാഖകളിലും എത്തിച്ചേർന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുവാനും അരൂർ, എരമല്ലൂർ, കോടന്തുരുത്ത്, തുറവൂർ നോർത്ത്, സൗത്ത്, വയലാർ A, B, പട്ടണക്കാട്, ഉഴുവ, കടക്കരപ്പള്ളി എന്നീ ശാഖകളുടെ മേഖലാ സമ്മേളനമാണ് നടന്നത്. സമ്മേളനത്തിൽ വിശ്വകർമ്മർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ചിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. സമ്മേളനത്തിന് തുറവൂർ ശാഖാ പ്രസിഡന്റ് P ബാബു അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി കമലാസനൻ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി P സുരേഷ് കുമാർ, ഖജാൻജി AR ബാബു, MP അഭിജിത് കുമാർ, K കമലാസനൻ, വിജയനാഥ്, സദാശിവൻ, D സതീശൻ, ഉണ്ണികൃഷ്ണൻ, SK ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ടൈനൂസ്, തുറവൂർ. ചേർത്തലയിൽ കുമാരനാശാൻ അനുസ്മരണവും കവിതാ പുരസ്കാര സമർപ്പണവും നടന്നു. ചേർത്തല SNDP യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാ സംഘം ചേർത്തല താലൂക്ക് കമ്മിറ്റി, ശ്രീ കരുത്തല ദിവാകരൻ നായർ മെമ്മോറിയൽ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഞായറാഴ്ച ചേർത്തല SNDP യൂണിയൻ ഹാളിൽ നടന്ന ആശാൻ അനുസ്മരണ സമ്മേളനത്തിൽ പ്രബന്ധാവതരണം, ചർച്ച, പുരസ്കാര സമർപ്പണം എന്നിവ നടന്നു. കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളീയ സമൂഹത്തെയും മലയാളത്തെയും പുതുക്കിപ്പണിത കവിയുടെ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പേരാണ് കുമാരനാശാൻ എന്നുള്ളത്. ഞാൻ കുമാരനാശാനെ വിശേഷിച്ചപ്പോൾ 2 വാക്കുകൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഒരു പോരായ്മയായി എനിക്ക് തന്നെ തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതകളെ ഒരു മഹാനായ കവി എന്ന് വിശേഷിപ്പിക്കാം. SNDP യോഗത്തെ ഏതാണ്ട് നീണ്ട 16 വർഷക്കാലം നയിച്ച ഒരാൾ എന്ന കണക്കുകൂട്ടുമ്പോൾ നമുക്ക് മികവുറ്റ സംഘാടകൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കാം. സംഘാടക സമിതി ചെയർമാൻ CR ബാഹുലയൻ അധ്യക്ഷനായി. ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ ലേഖ റോയി, സർജു കളവങ്കോടം, ഡോക്ടർ പ്രദീപ് കുമാർ, ഡോക്ടർ രാധ മീര, S സീമ, തണ്ണീർമുഖം ഓമനക്കുട്ടൻ, കണ്ണങ്കര അർജുനൻ, PK ഷാജി, ഇന്ദിര ദിവാകരൻ, കരുത്തല D ഹർഷകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ബിനു തട്ടാമ്പറമ്പ് സ്വാഗതവും സവാക്ക് ജില്ലാ സെക്രട്ടറി P നളിനപ്രഭ നന്ദിയും പറഞ്ഞു. സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സമൂഹ വിവാഹം ഡിസംബർ 22-ന് ചേർത്തലയിൽ നടക്കും. ചേർത്തല വാരനാട് അഖിലാഞ്ജലി കൺവെൻഷൻ സെൻറ്ററിലാണ് സമൂഹ വിവാഹം സംഘടിപ്പിച്ചിട്ടുള്ളത്.
35 പേരുടെ സമൂഹ വിവാഹമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ഈ ഭദ്രദീപ പ്രകാശനം നടത്തുന്നത് ആലപ്പുഴ ജില്ല KJ രാജേശ്വരിയാണ്. അപ്പോൾ അധ്യക്ഷനായിട്ട് വരുന്നത് പി പ്രസാദാണ്. ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരിക്കുന്നത് സജി ചെറിയാനാണ്. ശ്രീ K പ്രസാദിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ MP വരാൻ സമ്മതിച്ചിട്ടുണ്ട്. താലി കൈമാറുന്ന ചടങ്ങ് നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. CK ആശ ഉണ്ടാവും, AM ആരിഫ് ഉണ്ടാവും. ആശംസകൾ ഇവരെല്ലാവരും വരണമെന്നൊന്നുമില്ല. ഇവരൊക്കെ കുറച്ചൊക്കെ നമ്മളെ സഹായിക്കാൻ സന്മനസ്സുള്ള കുറേ പേരാണ്. ഇതിനകത്ത് മനു C പുളിക്കനുണ്ട്, ശോഭ സുരേന്ദ്രനുണ്ട്, ബോബി ചെമ്മണ്ണൂരുണ്ട്, ചേർത്തല ജയനുണ്ട്, പിന്നെ ദേശീയ ജനതാ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് NO കുട്ടപ്പനുണ്ട്. സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി 22-ന് വാർനാട് അഖിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ 35 പേരുടെ സമൂഹ വിവാഹം നടത്തും. സമൂഹ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സൊസൈറ്റി രക്ഷാധികാരി ഡോക്ടർ അഡ്വക്കേറ്റ് ബിജു കൊപ്പാറേഡൻ, പ്രസിഡന്റ് AR ബാബു, മറ്റ് ഭാരവാഹികളായ K അനിരുദ്ധൻ, സുരേഷ് ബാബു, സനിത സജി, അപർണ ഷൈൻകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജാതിമത ഭേദമന്യേ നിർധരരും നിരാലംബരുമായവരുടെ വിവാഹമാണ് സംഘടിപ്പിക്കുന്നതെന്ന് അവർ വിശദീകരിച്ചു. ഞായറാഴ്ച രാവിലെ 11-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ദീപം തെളിയിക്കും. മന്ത്രി സജി ചെറിയാൻ സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P പ്രസാദ് അധ്യക്ഷനാകും. KC വേണുഗോപാൽ MP മുഖ്യപ്രഭാഷണം നടത്തും. രമേശ് ചെന്നിത്തല MLA നവദമ്പതികൾക്ക് താലി കൈമാറും. വിവാഹ രജിസ്ട്രേഷന് ശേഷം മത പണ്ഡിതന്മാരുടെ അനുഗ്രഹ പ്രഭാഷണവും വിവാഹ സൽക്കാരവും ഉണ്ടാവും. ടൈനൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് റോഡ് സുരക്ഷാ നടപടികൾ കാര്യക്ഷമമാക്കുമെന്ന ഗതാഗത കമ്മീഷണർ CH നാഗരാജു IPS. വാഹനങ്ങളുടെ ഏകീകൃത രജിസ്ട്രേഷൻ നടപ്പാക്കുമെന്നും CH നാഗരാജു. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി കാർത്തിക സ്തംഭം ഉയർന്നു. പൊങ്കാല ദിവസമായ ഡിസംബർ 13-ന് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കാർത്തിക സ്തംഭം അഗ്നിക്കിരയാകും. ആലപ്പുഴ കളർകോട് വാഹനാപകടം, ചികിത്സയിലിരിക്കെ മരിച്ച മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിക്ക് നാടിൻ്റെ യാത്രാമൊഴി. എടത്വ സ്വദേശി ആൽബിൻ ജോർജിന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആൽബിൻ ഉൾപ്പെടെ 6 പേരാണ് അപകടത്തിൽ മരിച്ചത്. മുല്ലയ്ക്കൽ കിടങ്ങാമ്പറമ്പ് ചിറപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട നഗരസഭയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വാർഷികത്തിൻ്റെ നിറവിൽ. ഇതോടനുബന്ധിച്ച് ആലപ്പുഴയിൽ പ്രതിമാസ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.